പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെ ക്ഷണിച്ച ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പ്രിയ സഹോദരൻ ജോസ് കുരിശിങ്കലിനും ഇതിന്റെ അഡ്മിനായി പ്രവർത്തിക്കുന്ന മറ്റുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ദേവദാസന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ആദ്യമായി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുവാൻ കാരണമായി തീർന്ന മറ്റൊരു വ്യക്തി ഞങ്ങളുടെ പ്രിയ സഹോദരനും എന്റെ പ്രാണസ്നേഹിതനുമായ ബ്രദർ ഐസക് പിയോ ആണ്. അദ്ദേഹത്തിനും ഈ തരുണത്തിൽ ഞങ്ങളുടെ നന്ദിയും കടപ്പാടും സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് നമ്മൾ ചില ഗാനങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പായി ഒരു നിമിഷം ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, എന്നുള്ള സമയത്തനായ കർത്താവിനെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം ദൈവവാദപീഠത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം വലിയ ദൈവം ഞങ്ങളെ സഹായിച്ചവനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഒരുമിച്ച് ചില പാട്ടുകൾ പാടുവാനും സന്തോഷിപ്പാനും കർത്താവ് ഇന്ന് രാത്രികാലം ഇടയാക്കണമെന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ശ്രവിക്കുന്ന ഓരോ കർത്താവ് നിന്റെ മക്കളെയും ഇന്ന് രാത്രി നീ അനുഗ്രഹിക്കുമാറാകണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന് ആശ്വാസമായി സമാധാനമായി തീരുവാൻ തക്കവണ്ണം ഇന്ന് രാത്രികാലം ഇടയാക്കുമാറാകണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും നീ സഹായിക്കണമേ. ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാകണം എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സ്ഥലവും ഞങ്ങൾക്കായി ജീവൻ തന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു, കേൾക്കണമേ എന്നുള്ള പിതാവേ, ആമേൻ. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില ഗാനങ്ങളാണ് ഞങ്ങൾ പാടുന്നത്. ആദ്യമായി പാടുന്നത് എണ്ണമില്ല നന്മകൾ എന്നിൽ ചൊരിയും വൻ ദയെ ഓർക്കുമ്പോൾ നന്ദി അല്ലാതൊന്നുമില്ലപ്പ എന്റെ നാവാൽ ചൊല്ലിടുവാനായി. അറിയാവുന്ന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ പാട്ടുകൾ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. പ്രൈസ് ഗോഡ്. ചൊരിയും വൻകയോർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്നേഹമോർക്കുമ്പോ എങ്ങനെ സ്മരിക്കാതിരുന്നിടും. ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ, സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ, നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ. സ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും.
Praise God. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല നിമിഷത്തിനായി പിന്നെ കർത്താവിനെ നിത്യ സ്നേഹം ഓർക്കുമ്പോൾ വൻ കൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിട്ട് ദൈവം കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളും നന്മകളും ഓർക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. കർത്താവിന് അനേകമായ ഉപകാരങ്ങളെ നമുക്ക് വർണ്ണിപ്പാനും കർത്താവിന്റെ സന്നിധിയിൽ പിന്നെയും ആരാധിപ്പാനും ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഒരു ഹിന്ദി ഗാനം നമുക്ക് കേൾക്കാം. ശൈലി ഷിബു നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പാടുന്നതായിരിക്കും. ധീമി ഏക് ധീമി ആവാസ് ആ രഹി ഹൈ സൂലി സേ സൂലി സേ സൂലി സേ. ഒരു മന്ദമായ ശബ്ദം ക്രൂസിൽ നിന്നും ഒഴുകി വരുന്നു. കാരണം നമ്മെ സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ സ്നേഹം ക്രൂസിൽ നിന്നും ഒഴുകി വരുന്ന ആ ധീമി ആ ശബ്ദം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് അനേകര് ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് വരുവാനിടയായി തീർന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുവാനായി ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗാനത്തിലേക്ക് കിടക്കുന്നു. ധീമി ഏക് ധീമി. Praise the Lord.
देता हूँ धीमी एक धीमी आवाज आ रही है सूली से सूली से सूली से देता हूँ धीमी एक धीमी आवाज आ रही है सूली से सूली से सूली से धीमी एक धीमी आवाज आ रही है सूली से सूली से सूली से Praise God. Hallelujah. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ഗാനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന് ഹല്ലേലൂയ ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് ഇന്ന് രാത്രികാലം ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു മലയാളം ഗാനമാണ് പാടുവാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മകൾ ജോന്ന മറിയ ഷിബു നിങ്ങൾക്ക് വേണ്ടി ആ ഗാനം ആലപിക്കും. നാം പലപ്പോഴും കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. വളരെ മനോഹരമായ ഒരു ഗാനമാണ്. പലപ്പോഴും പാടിയിട്ടുള്ള ഒരു ഗാനമാണ്. ആ ഗാനം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മകൾ ജോന പാടുന്നതായിരിക്കും. കാരണം ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു പ്രതികൂലങ്ങളും, അതിന്റെ അർത്ഥം ഒരു പ്രതികൂലങ്ങളും അവസാനിക്കാതിരുന്നിട്ടില്ല, ഒരു ബുദ്ധിമുട്ടുകളും ഒരു നിരാശകളും അവസാനിക്കാതിരുന്നിട്ടില്ല. കാരണം എല്ലാം ഒരു അറുതി വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് നമുക്ക് ദിവസങ്ങളിൽ വിശ്വസിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല.
മനോഹരമായ ഗാനത്തിനായി സ്തോത്രം ചെയ്തു. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമായി. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ കടന്നു വരുന്നതെല്ലാം ദൈവത്തിന്റെ സമ്മാനമാണെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ഹല്ലേലൂയ അനുഗ്രഹങ്ങൾക്കായി, കർത്താവിന്റെ ദയകൾക്കായി സ്തോത്രം. ഈ ഗാനം ശ്രമിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഹിന്ദി ഗാനത്തിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുന്നു. നാം തിരുവചനത്തിൽ കാണുന്ന ഒരു അതിപ്രധാനമായ സംഗതിയുണ്ട്. തന്റെ അപ്പന്റെ സ്വത്തുകൾ വാങ്ങിച്ചുകൊണ്ട്, തന്റെ അവകാശങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയാകുന്ന ഒരു മകനെ കുറിച്ച് നാം കാണാറുണ്ട്. എന്നാൽ താൻ ദൂരദേശത്തേക്ക് യാത്ര ചെയ്ത് തന്റെ സ്വത്തുക്കൾ നാനാവിശേഷമാക്കി കളഞ്ഞിട്ട് തന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു ഭാഗം നമ്മൾ തിരുവനന്തപുരത്തിൽ പഠിക്കുന്നു, വായിക്കാറുണ്ട്. അപ്പോൾ ആ മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ നൊമ്പരം എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ മകനെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മകന്റെ മടങ്ങി വരുവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവിനെ തിരുവനന്തപുരത്തിൽ കാണുവാൻ തന്നെ സാധിക്കുന്നുണ്ടോ? ആ മകന്റെ മടങ്ങി വരുവിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഒരു പിതാവിന്റെ ആവലാതിയാണ് ഈ പാട്ടിലൂടെ ഞാൻ പാടുവാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മെ തിരഞ്ഞ് അല്ലെങ്കിൽ കർത്താവിന് അകന്നുപോയ ജീവിതങ്ങളെ തേടി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ദൈവപാദം വിട്ടിട്ട് അകലം വിട്ട് അനുഗമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മടങ്ങി ദൈവസന്നിധിയിലേക്ക് വരണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് ഒരു ഹിന്ദി ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നു. ഹേ മേരെ ബേटे दूर दूर क्यों दूर दूर ना जाना लौट के तो आजा. ഈ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ये बेटे तो सुन, मेरे बेटे तो सुन, मुझसे दूर क्यों रहता है. ये बेटे तो सुन, मेरे बेटे तो सुन, मुझसे दूर क्यों रहता है. तेरे लिए मैंने जान दी, लहू बहा कि तुझको जीवन मिले, कि तुझको जीवन मिले. ये मेरे बेटे दूर दूर क्यों, दूर दूर ना जा, लौट के तू आ.
तुझे, मैं प्यार करता तुझे। ये मेरे बेटे दूर दूर क्यों, दूर दूर ना जा, लौट के तू आ, लौट के तू आ, लौट के तू आ। ये मेरे बेटे। Praise the Lord. Hallelujah. ദൂരത്തേക്ക് കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു, കർത്താവിന്റെ പാദം വിട്ട് ദൂരത്തേക്ക് കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദിവ്യപാദപീഠത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു ആഹ്വാനം കൂടിയാണ് ഈ ഗാനത്തിലൂടെ നിങ്ങൾ ശ്രമിച്ചത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ ദൈവത്തിന്റെ പാദപീഠം വിട്ടുമാറാതെ കർത്താവിനെ മാത്രം സേവിക്കുന്ന ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന് നന്ദി പറയുകയും ചെയ്യുന്നു. തുടർന്ന് ഒരു മലയാളം സോങ് പാടുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ഗാനം വളരെ സുപരിചിതമായ ഒരു ഗാനമാണ്. ക്രൈസ്തവ ലോകം ഏറ്റെടുത്തിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാനമാണ് ഈ ഗാനം. കാരണം എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സംബോധകം. ഈ ഗാനം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഗാനം എഴുതിയിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബെഞ്ചമിൻ മാത്യു, എൻ്റെ വൈഫിൻ്റെ അമ്മാച്ചൻ കൂടിയാണ്. അദ്ദേഹം അത് എഴുതുകയും അത് സംഗീതം ചെയ്യുകയും അദ്ദേഹം തന്നെ പാടുകയും ചെയ്തു. അനേകർ ഏറ്റുപാടുന്ന ഈ മനോഹര ഗാനം ഞങ്ങളും ഒന്ന് പാടാൻ ശ്രമിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ താൻ കണ്ട സ്വപ്നം, ആ സ്വർഗതുല്യമായ ആ ലോകത്ത് എത്തിച്ചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ കാണുന്നതുമായ അനുഭവങ്ങളാണ് തൻ്റെ ആ കവിതയിലൂടെ താൻ എഴുതിയിരുന്നത്. അത് അനേകർക്ക് ആശ്വാസമായി തീർന്നു എന്ന് കേൾക്കുവാനും ഒക്കെ നമുക്കിടയായി തീർന്നുണ്ട്. ഈ ഗാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് സന്തോഷമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് കടക്കുന്നു. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സംബോധകം. ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സംമോദകം. ഭവനം മനോഹരം എന്താനന്ദം വർണ്ണ്യാതീതം സംമോദകം. ദൂരമേ ദൂരെ താരപാത ദൂരെ മേഘപ്പാളി ദൂരെ താരപാത സമ്മോദരായി പാടിയിടും സ്വർഗ
മണിമേടകൾ മിന്നുന്ന ഗോപുരം പൊന്മണിമേടകൾ മിന്നുന്ന ഗോപുരം പത്തും രണ്ട് കല്ലുകളാൽ തീർത്തത മന്ദിരം പത്തും രണ്ട് കല്ലുകളാൽ തീർത്തത മന്ദിരം കണ്ടൻ കണ്ണുകൾ തൂളും വീടും ആനന്ദാശ്രു പൊഴിച്ചിടും കണ്ടൻ കണ്ണുകൾ തൂളും വീടും ആനന്ദാശ്രു പൊഴിച്ചിടും എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാഗീതം സമ്മോദകം എൻ പ്രേമകാന്തനം മുൻപോയ ശൂദ്രൻ എൻ പ്രേമകാന്തനം മുൻപോയ ശൂദ്രൻ കാരം വീശി വീശി പോക ചേർന്നു സ്വാഗതം ചെയ്തിടും കാരം വീശി വീശി പോക ചേർന്നു സ്വാഗതം ചെയ്തിടും മാലാഖ ജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സോർഭവനേ മാലാഖ ജാലങ്ങൾ നമിച്ചെന്നെ ആനയിക്കും എൻ സോർഭവനേ എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാഗീതം സമ്മോദകം എന്തു പ്രശോഭിതം എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം ഹല്ലേലൂയ പാടും ശുദ്ധദേവം ആലയം പൂരിതം ഹല്ലേലൂയ പാടും ശുദ്ധദേവം ആലയം പൂരിതം ജ്ഞാനം പാടിനും ആത്തൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ ജ്ഞാനം പാടിനും ആത്തൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാഗീതം സമ്മോദകം എൻ ഭവനം മനോഹരം
കർത്താവിന്റെ ഭവനം എത്ര മനോഹരമാണ്, എന്താനന്ദമാണ്, വർണ്ണ്യാതീതമാണ്, സംബോധകം. ഹല്ലേലൂയ. ഈ ഗാനം കേട്ട് നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ഒരു മനോഹരമായ ഒരു മലയാളം സോങ് നമുക്ക് കേൾക്കാം. ഒരു സെമി ക്ലാസിക്കലാണ്. ഷേലി ഷിബു നിങ്ങൾക്ക് വേണ്ടി ആ ഗാനം ആലപിക്കും. കാരണം ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അനേക ജീവിതങ്ങൾ പാടിയിട്ടുള്ള ഒരു പാട്ടുകളല്ല ഇത്. കാരണം വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഗാനം അറിയുകയുള്ളൂ. കാരണം എൻ്റെ വാത്സല്യ പിതാവ് എന്ന് പറയുമ്പോൾ ഷേലിയുടെ പപ്പ, അദ്ദേഹം പാടിയ ഒരു പാട്ടായിരുന്നു. അദ്ദേഹം പാടി കേട്ടതാണ് ഞാനും പഠിച്ചിട്ടുള്ളത്. കാരണം വളരെ മനോഹരമായി ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു കർത്താവിന്റെ ദാസനായിരുന്നു താൻ. പ്രിയപ്പെട്ടവൻ എൻ്റെ വാത്സല്യ പപ്പ, അദ്ദേഹം അതിമനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ താൻ വിശ്രമിക്കുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം തൻ്റെ അവസാന നിമിഷങ്ങളിൽ താൻ ആശുപത്രി കിടക്കയിലായിരിക്കുമ്പോൾ ഈ പാട്ട് ഞാൻ പാടുകയും ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചിട്ട് പാടാനിടയെ തീർന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോൻ ഇത് നല്ലപോലെ പാടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകാനിടയെ തീർന്നു. കാരണം ഇത് ആരും അങ്ങനെ പാടിയിട്ടുള്ള ഒരു പാട്ടല്ല. ആ പാട്ട് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ വൈഫ് ഷേർലി നിങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നു. തവ തിരുനാമം പാടും ഞാനൻ ആയുസ്സിൻ അന്ത്യനാൾ വരെ, മറ്റൊരു നാമമില്ല ഈ ഭൂവിൽ നിൻ നാമത്തിന് തുല്യം, ഖബറിൽ മൃത്യുവിനെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റവരില്ല. ഈ മനോഹര ഗാനം ഷേർലി നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നു. തവ തിരുനാമം
നിൻ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ നാഥാ സർവേശ്വരനാം നിൻ സന്നിധിയിൽ ഞാൻ വരുമ്പോൾ നാഥാ സന്തോഷത്തിൻ പരിപൂർണ്ണതയിൽ തുള്ളുകയാണെന്നുള്ളം സന്തോഷത്തിൻ പരിപൂർണ്ണതയിൽ തവ തിരുനാമം പാടും ഞാനെൻ ആയുസ്സിൻ അന്ത്യനാൾ വരെയും. തവ തിരുനാമം പാടും ഞാനെൻ ആയുസ്സിൻ അന്ത്യനാൾ വരെയും. മറ്റൊരു നാമവുമില്ലീ ഭൂമിയിൽ നിന്നാമത്തിനു തുല്യം. ഖബറിൽ മൃത്യുവിനെ തോൽപ്പിച്ചു ഉയർത്തെഴുന്നേറ്റവരില്ല. തവ തിരുനാമം പാടും ഞാനെൻ ആയുസ്സിൻ അന്ത്യനാൾ വരെയും. ആയുസ്സിൻ അന്ത്യനാൾ വരെയും. Praise God. Praise the Lord, praise the Lord. മനോഹരമായ ഗാനത്തിനായ സ്തോത്രം. തവ തിരുനാമം പാടും ഞാൻ ആയുസ്സിൻ അന്ത്യനാൾ വരെ. ഹല്ലേലൂയ. എത്ര പേർക്ക് പാടുവാൻ കഴിയും, എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ. കർത്താവിന്റെ നാമം ഞാൻ എൻ്റെ ആയുസ്സിന്റെ അന്ത്യം വരെ പാടുമാണ്. ഹല്ലേലൂയ. തുടർന്ന് ഒരു മനോഹര ഗാനം കൂടി പാടുവാനായിട്ട് താമസമില്ല ആഗ്രഹിക്കുന്നു. ആശ്രയമായി കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ, ആശ്വാസമായി എന്നരികിൽ വന്നിടൂ പ്രാണനാഥ. എത്രയോ നാളുകൾ പാഴായി പോയി, എത്രയോ നന്മകൾ അകന്നുപോയി, കാലങ്ങളേറെയില്ല നിന്നോട് ചേരുവാൻ എൻ പ്രാണനാഥ വന്നിടണേ. ഇന്നിവിടെ നിന്നൊരു മനോഹരമായ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ആശ്രയമാ കാണുന്നില്ല ആരെയും ഈ ഉലകിൽ. ആശ്രയമാ കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. ആശ്രയമാ കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. ആശ്വാസമാ എന്നരികിൽ വന്നിടൂ പ്രാണനാഥ. ആശ്വാസമാ എന്നരികിൽ വന്നിടൂ പ്രാണനാഥ.
നന്മകൾ അകന്നുപോയി. എത്രയോ നാളുകൾ പാഴായിപ്പോയി, എത്രയോ നന്മകൾ അകന്നുപോയി. കാലങ്ങളേറെയില്ല എന്നോട് ചേരുവാൻ എൻ പ്രാണനാഥ വന്നിടണേ. കാലങ്ങളേറെയില്ല എന്നോട് ചേരുവാൻ എൻ പ്രാണനാഥ വന്നിടണേ. ആശ്രയമായി കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. ഈ ലോക ജീവിതം വാസം ഞാനോർക്കുമ്പോൾ എന്നുടെ ജീവിതം ശൂന്യതയാ. ഈ ലോക ജീവിതം വാസം ഞാനോർക്കുമ്പോൾ എന്നുടെ ജീവിതം ശൂന്യതയാ. കാലങ്ങളേറെയില്ല കാന്താനിൻ വരവിന എത്രയേറെ ഞാൻ കാത്തിടണം. കാലങ്ങളേറെയില്ല കാന്താനിൻ വരവിന എത്രയേറെ ഞാൻ കാത്തിടണം. ആശ്രയമായി കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. ആശ്രയമായി കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. ആശ്വാസമായി എന്നരികിൽ വന്നിടു പ്രാണനാഥ. ആശ്വാസമായി എന്നരികിൽ വന്നിടു പ്രാണനാഥ. ആശ്രയമായി കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. സ്തോത്രം. ആശ്രയമായി കാണുന്നില്ല ഞാൻ ആരെയും ഈ ഉലകിൽ. ആശ്വാസമായി എന്നരികിൽ വന്നിടൂ പ്രാണനാഥ. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. കർത്താവേ, ആശ്വാസമായി എന്നരികിൽ നീ വന്നിടണമേ. നമ്മുടെ ഈ ലൈവിൻ്റെ സമയ പരിധി ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള സമയം തീരുന്നത് കൊണ്ടും ഒരു ഗാനം കൂടെ പാടി ഈ ലൈവിൽ നിന്ന് വിരമിക്കുവാനായി കർത്താവിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ ശ്രമിച്ച എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഞങ്ങൾ തിരിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവകുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ ഈ രാത്രി ഞങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയ സഹോദരൻ ജോസ് കുരിശിങ്കലിനും പ്രിയ ഐസക് പിയോയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു ഗാനം കൂടി പാടി അല്ലെങ്കിൽ ഈ ലൈവിൽ നിന്ന് വിരമിക്കുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു ഹിന്ദി ഗാനമാണ് പാടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കഫാര മേരാ തൂ ഹി ഹൈ, സഹാര മേരാ തൂ ഹി ഹൈ, मैं तेरी राहों पर चलता रहूं मेरा खुदा. എൻ്റെ ആശ്രയം, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ കർത്താവെ, നീ എൻ്റെ ആശ്രയമാകുന്നു. നിന്റെ പാതയിൽ ഞാൻ ദിനവും ജീവിക്കും എൻ്റെ ദൈവമേ. ഇന്ന് തുടങ്ങുന്ന ഒരു മനോഹരമായ ഹിന്ദി ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ്. ഇത്രയും നേരം ഞങ്ങളെ സേവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം
ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിലും സ്നേഹത്തിലും മുന്നേറുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒരുമിച്ച് ഇടയാക്കട്ടെ എന്ന് കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്നു. कफारा मेरा तू ही, कफारा मेरा तू ही है, मैं तेरी राहों पर चलता रहूं मेरे खुदा, मैं तेरी राहों पर चलते रहो मेरे खुदा, 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 मेरे खुदा। विधिया मेरे पापों का तू, छुपने की तू ही जगह, विधिया मेरे पापों का तू, छुपने की तू ही जगह, राहों की तू ही रोशनी, रोजा बदन की शिफा, राहों की तू ही रोशनी, रूजा बदन के शिफा, नशा से मुझे भर दे तू, लहू से मुझे धो दे तू, मसा से मुझे भर दे तू, लहू से मुझे धो दे तू, मैं तेरी राहों पर चलता रहूं मेरे खुदा, मैं तेरी राहों पर चलता रहूं मेरे खुदा। तेरे सिवा कोई नहीं, जख्मों को जो भर सके, तेरे सिवा कोई नहीं, जख्मों को जो भर सके, अपने परों में तू छुपा, बाहों में ले ले मुझे, अपने परों में तू छुपा, बाहों में ले ले मुझे, सही तेरी बातों में, तेरे ही चितगातों में, असली तेरी बातों में, तेरे पीछे जगहों में, मैं तेरी राहों पर चलता रहूं मेरे खुदा, मैं तेरी राहों पर चलते रहूं मेरे खुदा, कफारा मेरा तू ही है,
കർത്താവിന്റെ ആ ധന്യമുള്ള നാമത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഫാര മേര തൂഹിഹേ, സഹാര മേര തൂഹിഹേ. ഇത്രയും നേരം ഞങ്ങളെ സേവിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദിവസത്തിൽ അപേക്ഷിക്കുന്നു. കാരണം ആക്ച്വലി ഇന്നത്തെ ദിവസം ഞാൻ ശാരീരികമായിട്ട് വളരെ ക്ലേശത്തിനായിരുന്നു. എൻ്റെ തൊണ്ടയ്ക്കൊക്കെ വളരെ വേദനയാൽ ഞാൻ വളരെ രാവിലെ തൊട്ടേ ഭാരപ്പെടുകയായിരുന്നു. എനിക്ക് ഇന്ന് ഈ ലൈവിൽ പാടുവാൻ കഴിയുമോ എന്ന് ഞാൻ വളരെ ഭയപ്പെട്ടിരുന്നു. കാരണം എനിക്ക് അത്രമാത്രം വളരെ പ്രയാസത്തോടു കൂടി ഞാനായിരുന്നു. ദിവസങ്ങൾ പ്രാർത്ഥന അല്പമെങ്കിലും പാടുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ എൻ്റെ നാവിനെ തുറക്കുകയും എൻ്റെ തൊണ്ടയെ ക്ലീൻ ആക്കുകയും ചെയ്ത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കും. പിന്നെ ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ദൈവനാമത്തിന് വേണ്ടി പ്രവചനമുള്ള മക്കളായി ജീവിക്കാൻ തക്കണം നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളെ ഞങ്ങൾ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ആ ദിവസത്തിന് തലവണക്കി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്തുതി പിതാവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നയോളം കർത്താവ് ഞങ്ങളെ നടത്തിയ പരിപാലിച്ചനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതുവരെയും നിന്റെ കൃപയും സാന്നിധ്യവും കർത്താവ് ഞങ്ങളുടെ മേൽ ഉണ്ടായതിനായി സ്തോത്രം ചെയ്ത് ഞങ്ങൾക്ക് ചില പാട്ടുകൾ കർത്താവെ പാടുവാൻ നീ സഹായിച്ചു. കർത്താവ് ഞങ്ങളുടെ നാവിനോട് കൂടിയിരുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവ് ഞങ്ങൾ പാടിയ പാട്ടുകൾ ചിലപ്പെങ്കിലും വിടുതലായി സൗഖ്യമായി സന്തോഷമായി തിരുവാന്തരം ഇടയാക്കുമാറാണെന്ന് കൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെയും കർത്താവിൽ ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങളുടെ നാമത്തിന് വേണ്ടി നിലകൊള്ളുവാൻ പിന്നെയും കർത്താവെ നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. പിന്നെയും ഞങ്ങളെ വഴി നടത്തുന്ന ദൈവ സ്നേഹത്തിനായി സ്തോത്രം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവ്വം ഞങ്ങൾക്കായി ജീവൻ തന്ന നസറേയനായ യേശുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു. കേൾക്കണമേ എന്നുള്ള സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.